ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ്. മൈ ഡിയർ സുത്തുക്കുട്ടികളെ, ഇന്നൊരു വ്യത്യസ്തമായ ജാപ്പനീസ് ഹൊറർ മൂവിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ എക്സിറ്റ് 8. കൂടുതൽ മുഖവരിയൊന്നും പറയാതെ നേരിട്ട് കഥയിലേക്ക് കടന്നാലാണ് ഈ സിനിമയ്ക്ക് രസമുള്ളൂ. അതുകൊണ്ട് സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു മനുഷ്യൻ നമ്മളെല്ലാവരെയും പോലെ മൊബൈലിൽ ഇങ്ങനെ ഞോണ്ടിക്കൊണ്ടിരിക്കുക. എക്സാം തോന്നുന്നുണ്ട്, അതിലുള്ള ന്യൂസുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ ഒരു സബ്വേ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണത്. ആ നേരം ട്രെയിനിൽ നല്ല തിരക്കായിരിക്കും. എല്ലാവരും ജോലിക്ക് പോകുന്ന സമയം, കാലത്താണ്. ഇയാളെ പോലെ തന്നെ ബാക്കിയുള്ളവരും മൊബൈലിൽ ഞോണ്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരമ്മ കുഞ്ഞുമായിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഈ കുഞ്ഞാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. 2-3 മാസം പ്രായം കാണുള്ളൂ. നിർത്താതെ വാവിട്ട് കരയുക. ഉടനെ ഒരാള്, ഒരു മിഡിൽ ഏജ് തന്ത, നിർത്തടാ വായടയ്ക്കടാ എന്ന് പറഞ്ഞ് ഒച്ച വയ്ക്കുക. എന്നിട്ട് ആ അമ്മയെ ചീത്ത പറയാണ്. ഞങ്ങളെല്ലാം ഇവിടെ അവസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് കരച്ചില്. ഒരു കൊച്ചിനെ നോക്കാൻ നിനക്ക് അറിഞ്ഞൂടെ? ഇത്രയും തിരക്കിനിടയ്ക്ക് നിന്നോട് ആരാ കൊച്ചിനെ കൊണ്ടുവരാൻ പറഞ്ഞ്? നീയല്ല അതിന്റെ അമ്മ, അതിന്റെ വായ അടച്ചു പിടിക്കുന്നു പറഞ്ഞ് ഇയാൾ ആ അമ്മയെ ചീത്ത പറയുന്നു. അതും ചെറിയ രീതിയിലല്ല. അതിനും മാത്രം വലിയ കുറ്റമൊന്നും ആ അമ്മ ചേച്ചി ചെയ്തിട്ടില്ല. എന്നിട്ട് ഇയാൾ വെറുതെ ചീത്ത പറയുക. ആ അമ്മയാണെങ്കിൽ പാവം പ്രതികരിക്കാതെ, ക്ഷമിക്കണേ, സോറി, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, നിങ്ങൾ സമാധാനിക്കൂ, ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും മാപ്പ് ചോദിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് നമ്മുടെ ഹീറോ, ഈ മൊബൈലിൽ ഞോണ്ടുന്ന ഹീറോ, ഈ സംഭവത്തെ ഇഗ്നോർ ചെയ്ത് തന്റെ ഐപോഡ് തിരിച്ച് ചെവിയിലേക്ക് വെച്ച് ഒന്നും കണ്ടിട്ടില്ലാത്ത പോലെ വീണ്ടും മൊബൈലിൽ ഞോണ്ടിയിരിക്കുക. അവിടെയാണെങ്കിൽ അയാള് ആ കൊച്ചിന്റെ അമ്മയെ ചീത്ത പറയുന്നത് നിർത്തിയിട്ടില്ല. ഇയാളെപ്പോലെ തന്നെ വേറെ ആരും ആ പെണ്ണിനെ സപ്പോർട്ട് ചെയ്യുന്നുമില്ല. ആ സമയത്തായിരിക്കും ഹീറോയുടെ പഴയ കാമുകി കോൾ ചെയ്യുന്നു. അവർ തമ്മിൽ ബ്രേക്കപ്പ് ആയതാണ്. ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവൾ കോൾ ചെയ്തിരിക്കുന്നു. ഇവൻ കോൾ കട്ട് ചെയ്യും. അപ്പോഴേക്കും ഇറങ്ങേണ്ട സ്ഥലം എത്തി. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് പ്ലാറ്റ്ഫോമിന്റെ മുകളിലേക്ക് നടന്ന് കയറുകയാണ്. അവരുടെ നാട്ടിലൊക്കെ അണ്ടർഗ്രൗണ്ടിലാണല്ലോ മെട്രോ. ഇറങ്ങിയ ആള് സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് വരിക. ആ സമയത്ത് ഈ എക്സ് കാമുകി വീണ്ടും വിളിക്കുന്നുണ്ട്. ഇവൻ കോൾ അറ്റൻഡ് ചെയ്യും. അവൾ ചോദിക്കുന്നു ഇപ്പൊ എവിടെയാണെന്ന്. ഹീറോ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കാന്ന് പറയും. എന്നിട്ട് അവളോട് തിരിച്ച് നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ആശുപത്രിയിലാണെന്ന് പറയുക. എന്താ പറ്റിയത് എന്ന് ചോദിക്കവേ അവള് പ്രഗ്നന്റ് ആണെന്ന് പറയും. പെട്ടെന്ന് ഹീറോ സ്റ്റക്കായി പോവാ. അവനതൊരു ഷോക്കായിരുന്നു. എന്താണ് തിരിച്ചു പറയേണ്ടതെന്നറിയില്ല. അവള് വീണ്ടും പറഞ്ഞു തുടങ്ങും. നമ്മൾ ബ്രേക്കപ്പ് ആയതാ, എനിക്കറിയാം. പക്ഷെ ഇപ്പൊ ഈ കുഞ്ഞ്, അതിനെ വേണോ വേണ്ടയോ എന്നെനിക്ക് തീരുമാനിക്കാൻ കഴിയുന്നില്ല. നീ ഒന്ന് സഹായിക്കോ? നിനക്ക് എപ്പോഴും ഒരച്ഛനാവുന്നതിൽ സംശയമായിരുന്നു. എന്താണ് നിന്റെ തീരുമാനം? എന്തെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ എന്നിങ്ങനെ അവൾ ചോദിക്കുക. ഇത് ചോദിച്ചു വരുമ്പോഴേക്കും കയ്യിൽ നിന്ന് മൊബൈൽ തട്ടിത്തെറിച്ച് വീണു. വീണ്ടും ഫോൺ എടുക്കുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്നിങ്ങനെ അവൾ പറഞ്ഞു തുടങ്ങുന്നു. പെട്ടെന്ന് ഹീറോ ചുമയ്ക്കാൻ തുടങ്ങുക. സംഭവം ഹീറോയ്ക്ക് ആസ്മയുണ്ട്. അടിക്കടി ഇൻഹേലർ എടുത്ത് വായിലേക്ക് പമ്പ് ചെയ്താലേ അവന് ശ്വസിക്കാൻ പറ്റുള്ളൂ നോർമലായിട്ട്. അതിപ്പോൾ യൂസ് ചെയ്ത് അവൻ വീണ്ടും കയറി പോകുന്ന വഴിയെ ഈ കാമുകി സംസാരിക്കുന്ന കോള് ബ്രേക്ക് ആവാൻ തുടങ്ങും. ക്ലിയർ ആയിട്ടൊന്നും കേൾക്കുന്നില്ല. പെട്ടെന്ന് തന്നെ അത് കട്ടായി പോവുകയും ചെയ്തു. സമയം 9:40. ഇപ്പൊ പുറത്തേക്ക് പോകാനുള്ള അവസാനത്തെ കോറിഡോറിലെത്തി. അതാണ് എക്സിറ്റ് 8. ഫോണും എയർപോർട്ടും തിരിച്ചു വെച്ച് ഇവൻ നടന്നു പോവാ. ഏതോ ഒരു യാത്രക്കാരൻ ഇവനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അയാളെ കാണുന്ന പോലുമില്ല. നല്ല വെളിച്ചമുള്ള സ്ഥലം. ഈ സ്ഥലം കടന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് റൈറ്റിലേക്ക് പോയാൽ പുറത്തേക്കുള്ള വഴിയാ. ലെഫ്റ്റിൽ തിരിയുമ്പോൾ കുറച്ച് ലോക്കർ റൂമുകൾ കാണാം, നോർമലാണ്. റൈറ്റിലേക്ക് തിരിയുമ്പോൾ അവിടെ 0 എന്ന് എഴുതിയ ഒരു ആരോ മാർക്കാണ് കാണിക്കുന്നത്. എന്നാൽ കടന്നു വന്നത് എക്സിറ്റ് 8 എന്നല്ലേ? ഇവന് മനസ്സിലാവില്ല. എന്തായാലും മുന്നോട്ട് നടക്കും. നോക്കുമ്പോൾ വീണ്ടും എക്സിറ്റ് 8 എന്ന കോറിഡോറിൽ തന്നെയാണ് വന്നെത്തിപ്പെട്ടിരിക്കുന്നത്. പുറത്തേക്കുള്ള വഴി കാണുന്നില്ല. ഇവൻ മുന്നോട്ട് നടക്കുക. സംശയമൊന്നും തോന്നുന്നില്ല. ഒരു അരക്കഷണ്ടിയുള്ള ആള് ഇവനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. സൈഡിൽ കുറച്ച് പോസ്റ്ററുകൾ കാണാം. വലത് സൈഡിൽ മെക്കാനിക്കൽ റൂമുകളും കാണാം. ഇവൻ വീണ്ടും മുന്നോട്ട് നടക്കുന്നു. ലെഫ്റ്റിൽ തിരിഞ്ഞ് റൈറ്റിൽ തിരിഞ്ഞ് വീണ്ടും ലെഫ്റ്റ് എടുക്കുമ്പോൾ ലോക്കർ റൂമുണ്ട്. റൈറ്റ് എടുക്കുമ്പോൾ വീണ്ടും 0 എന്നാണ് കാണിക്കുന്നത്. പിന്നെയും ലെഫ്റ്റ് എടുക്കുമ്പോൾ അവിടെ വീണ്ടും എക്സിറ്റ് 8 അതേ കോറിഡോറിലേക്ക് എത്തിപ്പെട്ടു. ഇവനൊരു എത്തും പിടിയും കിട്ടില്ല. ഇതെന്താണ് ഈ സംഭവിക്കുന്നത്? എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവൻ മുന്നോട്ട് നടന്നു പോവാ. നമ്മളിൽ ആരായാലും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ. മുന്നോട്ട് വീണ്ടും നടക്കുകയുള്ളൂ. സോ ഇവിടെ എന്താണ് കുഴപ്പമെന്ന് മനസ്സിലാക്കാതെ വീണ്ടും അവൻ മുന്നോട്ട് നടക്കുക. റൈറ്റ് എടുത്ത് ലെഫ്റ്റ് എടുക്കുമ്പോൾ 0 എന്നാണ് എഴുതിയിരിക്കുന്നത്. വീണ്ടും ലെഫ്റ്റ് എടുത്ത് റൈറ്റ് എടുക്കുമ്പോൾ അതേ എക്സിറ്റ് 8ലേക്ക് വന്നെത്തിപ്പെട്ടു. രസം എന്താന്ന് വെച്ചാൽ നേരത്തെ കണ്ട കഷണ്ടി മാമൻ അയാൾ ഇപ്പോഴും ഒരു പോസ്റ്റർ കണക്കെ നടന്നു പോകുന്നു. ഒരു ഭാവമില്ല പുള്ളിക്കാരന്റെ മുഖത്ത്. ഇയാളോ ഇനി ഹീറോയെ പോലെ വഴിതെറ്റി വന്നാണോ അറിയില്ല. എന്തായാലും കുറച്ചു ദൂരം നടന്നിട്ട് ഹീറോ തിരിഞ്ഞു നോക്കുമ്പോൾ ഇയാളെ ഇളിച്ചുകൊണ്ട് തൊട്ടടുത്ത് വന്ന് നിൽക്കുക. കണ്ട പേടിച്ചരണ്ടോ പ്രേതത്തെ പോലെ നിൽക്കുക. ഹീറോ വിട്ടടിച്ച് അവിടുന്ന് ഓടിപ്പോവും. നോക്കുമ്പോൾ വീണ്ടും 0. അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് റൈറ്റ് എടുക്കുമ്പോൾ വീണ്ടും എക്സിറ്റ് 8. ഇത് എന്ത് പണ്ടാരാന്ന് മനസ്സിലായില്ല. എന്തായാലും ഈ വഴിയല്ല, നമുക്ക് തിരിഞ്ഞു പോകാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഹീറോ തിരിഞ്ഞോടി വരിക. അപ്പോഴും 0 തന്നെയാണ് കാണുന്നത്. വീണ്ടും എക്സിറ്റ് 8ലേക്കാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. അതേ അരക്കഷ്ടി മാമൻ ഇവനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇവൻ മെല്ലെ അയാൾ അടുത്ത് ചെന്ന് നോക്കും. ഇപ്രാവശ്യം പേടിക്കാതെ.
ഒന്നും മിണ്ടാതെ അയാൾ പാസ് ചെയ്ത് പോകുന്നു. ഇതേ കോറിഡോറിൽ ഒരു എമർജൻസി ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ വർക്ക് ചെയ്യുന്നില്ല. പിന്നെ 2-3 മെക്കാനിക്കൽ ഡോർ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അതെല്ലാം തുറന്നു നോക്കും, അത് തുറക്കുന്നുമില്ല. അപ്പൊ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് പോസ്റ്ററുകൾ കാണാം. ഈ പോസ്റ്ററിൽ ഒരു 8 പോലത്തെ സ്ട്രക്ചറും അതിൽ കുറെ ഉറുമ്പുകളും നടന്നു പോകുന്നു കാണുന്നുണ്ട്. ഒരു 8-നകത്ത് എങ്ങനെ പോയാലും തിരിച്ച് അതേ വഴിയിലൂടെയാണ് നമ്മൾ എത്തിപ്പെടുക. അതിൽ നിന്ന് പുറത്തേക്കൊരു രക്ഷയുണ്ടാവില്ല. ഇതെന്തിനെയോ റിമൈൻഡ് ചെയ്യുന്നത് പോലെ ഹീറോയ്ക്ക് തോന്നും. പെട്ടെന്നുണ്ട് സീലിംഗിന്റെ മണ്ടയിൽ നിന്ന് കുറെ രക്തം താരധാരയെ നിലത്തേക്ക് ഒലിച്ചിറങ്ങാൻ തുടങ്ങി. ഇത് കണ്ടവൻ പേടിച്ച് തിരികെ ഓടുക. അപ്പൊ നേരത്തെ കണ്ട ആ അരക്കഷണ്ടി മാമനില്ലേ, അയാൾ അവിടെ സ്റ്റാച്ചു പോലെ നിൽപ്പുണ്ട്, അനക്കൂല്ല. ഇവൻ തിരികെ വന്ന് നോക്കുമ്പം എക്സിറ്റ് 0 എന്നുള്ള ബോർഡ് മാറി ഇപ്പോൾ 1 ആയിരിക്കുന്നു. അതിനെങ്ങനെയാണ് മാറ്റം സംഭവിച്ചെന്ന് അവന് മനസ്സിലായില്ല. തൊട്ടടുത്ത് ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ബോർഡ് കാണാം. അത് അവൻ വായിച്ചു നോക്കുമ്പോൾ ഡു നോട്ട് ഓവർലുക്ക് എനി അനോമലീസ്. ഇഫ് യു ഫൈൻഡ് എൻ അനോമലി ടേൺ ബാക്ക് ഇമ്മീഡിയറ്റ്ലി. ഇഫ് യു ഡു നോട്ട് ഫൈൻഡ് എനി അനോമലീസ് ഡു നോട്ട് ടേൺ ബാക്ക്. ഗോ ഔട്ട് ഫ്രം എക്സിറ്റ് 8. എക്സിറ്റ് 8 വന്നാൽ അവിടെ നിന്ന് പുറത്തേക്ക് പോയിക്കോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും അപാകതകൾ കാണുകയാണെങ്കിൽ തിരികെ വരിക. ആ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ പാടില്ല, തിരികെ വരണം. അപാകത ഇല്ലെന്ന് കണ്ടാൽ മുന്നോട്ട് പോവുക. ഇതാണ് അവിടുത്തെ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഹീറോ അത് മനപ്പാടാക്കിയിട്ട് നേരെ മുന്നോട്ട് പോകുന്നു. എന്തെങ്കിലും അപാകതകൾ കണ്ടാൽ തിരികെ പോകണം. ഇവിടെ എന്ത് അപാകതയാ ഉള്ളതെന്ന് അവൻ ആ കോറിഡോർ മുഴുവൻ നോക്കും. എന്നിട്ട് പാസ് ചെയ്ത് പോകുന്ന ആ അരക്കഷണ്ടി മാമനോട് സംസാരിക്കാനും ശ്രമിക്കുന്നുണ്ട്. പുള്ളിക്കാരനൊന്നും മിണ്ടില്ല. ഇവിടെ എന്തെങ്കിലും അപാകതയുണ്ടോന്ന് ചുറ്റും നോക്കുക. അവനൊന്നും മനസ്സിലാവില്ല. എന്തായാലും മുന്നോട്ട് പോകുന്നു പറഞ്ഞിട്ട് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ 0 1 മാറി 0 എത്തിപ്പെട്ടു. അവനൊന്ന് ടെൻഷനാവും. പഫ് എടുത്തടിച്ചിട്ട് വീണ്ടും മുന്നോട്ട് പോവാ. എന്തെങ്കിലും അപാകത കണ്ടുപിടിക്കണം. അതുണ്ടെങ്കിൽ തിരിച്ചാണ് നടക്കേണ്ടത്, മുന്നോട്ട് നടക്കാൻ പാടില്ല. സോ ഇപ്പൊ അവൻ ചെന്നിട്ട് ആ കോറിഡോറിൽ കാണുന്ന എല്ലാ പോസ്റ്ററുകളും ബോർഡുകളും അവിടെയുള്ള അവസ്ഥകളെല്ലാം ഫോട്ടോ എടുത്ത് വെക്കും. ചുറ്റുള്ള എല്ലാം ഫോട്ടോ എടുക്കും. ഒരു സെക്യൂരിറ്റി ക്യാമറയുടെ വാണിംഗ്, ഫയർ ഹൈഡ്രന്റ്, ഇതെല്ലാം ഉണ്ട്. അതെല്ലാം ഫോട്ടോ എടുത്തിട്ട് ഇവൻ ആ ഫോട്ടോ നോക്കി ഒന്ന് മെമ്മറൈസ് ചെയ്യുക. കുഴപ്പമൊന്നും കാണുന്നില്ല. വീണ്ടും മുന്നോട്ട് പോകും. ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് ലോക്കറുകളുണ്ട്. അതും അവൻ ഫോട്ടോ എടുക്കും. ഇപ്പിതാ 0 മാറി 1 എത്തിപ്പെട്ടിരിക്കുന്നു. ഇത് കാണുമ്പോൾ ഹീറോയ്ക്ക് മനസ്സിലായി ഈ ലെഫ്റ്റ് സൈഡിലെ ബോർഡ് 1, 2, 3 അങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ടേ കൂടുള്ളൂ. ഇങ്ങനെ 8 തവണ ഈ എക്സിറ്റ് 8 ശരിയായ രീതിയിൽ കടന്നു പോയാൽ ഇവന് പുറത്തേക്ക് പോകാം. സോ ഇത് മനസ്സിലാക്കിയിട്ട് ഹീറോ മുന്നോട്ട് പോവുക. അവിടെ എന്തെങ്കിലും അപാകത ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മുന്നേ എടുത്തു വെച്ച ഫോട്ടോ പരിശോധിച്ച് നോക്കും. പക്ഷെ ആ ഫോട്ടോ എല്ലാം പഴയ മഞ്ഞക്കാട് പോലെ ആയിരിക്കുന്നു. ഒന്നും കാണാൻ പറ്റുന്നില്ല, ക്ലിയർ അല്ല. ഫോട്ടോകളെല്ലാം തന്നെത്താനെ നശിച്ചുപോയി. പക്ഷെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇവന് കുറച്ച് ഓർമ്മയുണ്ടായിരുന്നു. അവിടെ എന്തൊക്കെയാ ഉള്ളത്, അതെങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള ഓർമ്മ ഹീറോയ്ക്കുണ്ടായിരുന്നു. അതനുസരിച്ച് ഇവൻ എല്ലാ പോസ്റ്ററുകളും സൈഡിലുള്ള ഡോറും ലൈറ്റും അതിന്റെ എല്ലാ അവസ്ഥകളും പരിശോധിക്കുക. കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ മുന്നോട്ട് പോയി എന്തോ സംശയം തോന്നി അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കഷണ്ടിമാവൻ നേരത്തെ പോലെ ഇളിച്ചുകൊണ്ട് അവനെ നോക്കുക. ശരിക്കും പ്രേതത്തെ പോലെ നിന്ന് കിളിച്ചുകൊണ്ട് അവനെ നോക്കുക. സോ ഇത് ഒരു അപാകതയാ, അൺനോർമൽ ഐറ്റമാണ്. ഇപ്പൊ ചെയ്യേണ്ടത് തിരിഞ്ഞു പോവുക, നേരെ പോകാൻ പാടില്ല. അങ്ങനെ അവൻ തിരിഞ്ഞടക്കാൻ തുടങ്ങും. ഈ അരക്കഷണ്ടി പ്രേതം അവന് പുറകെ വരുന്നുണ്ട്. പേടിച്ചോടി ചെറുക്കൻ ഒരു ഭാഗത്തേക്ക് ചെന്ന് തെറിച്ച് വീഴാം. അപ്പൊ ആ മാമൻ ഇത്രയും നേരം ഇളിച്ചോണ്ടിരുന്ന ആള് അടുത്ത വഴി തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ഭാഗത്ത് വന്നൊരു സ്റ്റാച്ചു പോലെ നിൽക്കും. പിന്നെ അനക്കൂല. സോ അയാൾ അവിടെ തന്നെ ഇട്ടിട്ട് ഹീറോ മുന്നോട്ട് പോവാ. ഇപ്പൊ 1 മാറി ബോർഡ് 2 ആയിട്ടുണ്ട്. അപ്പൊ താൻ ചെയ്തത് ശരിയാണ്, ഒന്ന് അപ്ഗ്രേഡ് ആയിട്ടുണ്ടെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. വീണ്ടും മുന്നോട്ട് പോകുന്നു. പഴയ അതേ കോറിഡോർ. അവിടെ എന്തെങ്കിലും അപാകതകൾ ഉണ്ടോ എന്ന് അവൻ പരിശോധിക്കുക. ആ അരക്കഷണ്ടി മാമനെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അയാൾക്ക് അനക്കൊന്നുമില്ല. സോ ഇപ്രാവശ്യം അപാകതകളൊന്നും കാണുന്നില്ല. ഇവൻ മുന്നോട്ട് പോകും. ആ ലോക്കർ റൂമിന്റെ ഭാഗത്ത് അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കുമ്പോൾ അവിടെയും കുഴപ്പമൊന്നും കാണില്ല. ഇത് വിശ്വസിച്ചവൻ 2 സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുക. പെട്ടെന്ന് ഈ ലോക്കർ റൂമിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. ഇവൻ തിരികെ വന്ന് ലോക്കർ റൂം പരിശോധിക്കുമ്പോൾ ഒരു കുഞ്ഞകത്ത് കിടന്ന് കരയുന്നത് പോലെ. ഇവൻ ഡോറ് തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ ആ ലോക്കർ റൂമിൽ നിന്ന് കരയുന്നത് പോലെ. ചെറുക്കൻ പേടിച്ച് തിരിഞ്ഞോടുമ്പം 3ാമത്തെ നമ്പറിലേക്ക് എത്തിപ്പെട്ടു. സോ വീണ്ടും അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. ഇപ്പൊ ചെയ്യുന്നത് ശരിയാണ്, ഇതേപടി മുന്നോട്ട് പോകാമെന്നും പറഞ്ഞിട്ട് ഹീറോ മുന്നോട്ട് നടക്കുക. എക്സിറ്റ് 8 തന്നെയാണ്. അവിടെ അപാകതകളൊന്നും കാണുന്നില്ല. ഇവനെല്ലാം പരിശോധിക്കും. എന്നിട്ട് ഒരു തവണ പഫ് അടിച്ചിട്ട് മെല്ലെ മുന്നോട്ട് പോകാൻ നിൽക്കുമ്പോൾ എന്തോ ഒരു കുഴപ്പം ഒരു പോസ്റ്ററിൽ കാണുന്നുണ്ട്. കാരണം ഈ സെക്യൂരിറ്റി ക്യാമറയുടെ പോസ്റ്ററിൽ 2 കണ്ണ് വരച്ചു വെച്ചിട്ടില്ലേ, ആ 2 കണ്ണുകളും ഒരു ഭാഗത്ത് നിൽക്കുന്നില്ല. ഇവൻ എങ്ങോട്ടാണോ നടക്കുന്നത് ആ ഭാഗത്തേക്ക് തിരിഞ്ഞിരിഞ്ഞ് നോക്കുക. അതൊരു അപാകതയല്ലേ. സോ അവൻ തിരികെ വരുമ്പോൾ 4ാം നമ്പറിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. കറക്റ്റാണ്. 4 തവണ സക്സസ് ആയി. ആ കോറിഡോറിൽ നിന്ന് എങ്ങോട്ടാ പോകേണ്ടതെന്ന് അവൻ മനസ്സിലാക്കിയിരിക്കുന്നു. വീണ്ടും അതേ എക്സിറ്റ് 8 കോറിഡോറിൽ കൂടെ നടക്കുക. എല്ലാ പോസ്റ്ററുകളും ആ നടന്നു പോകുന്ന ആളെയും ഡോറിനെയും വെന്റിനെയും എല്ലാം പരിശോധിക്കും. കുഴപ്പമൊന്നുമില്ല. മുന്നോട്ട് പോകാന്ന് പറഞ്ഞിട്ട് ഹീറോ മുന്നോട്ട് പോവാണ്. ഇപ്പൊ 5ാം നമ്പറിലേക്ക് എത്തി. ഇനി 3 നമ്പർ കഴിഞ്ഞാൽ മതി. അതേപോലെ കോറിഡോറിലേക്ക് എത്തി എല്ലാം പരിശോധിക്കുകയാണ്. പെട്ടെന്നായിരിക്കും ഇവനൊരു ഫോൺ കോൾ വരുന്നു. ഇതിനകത്ത് ഇത്രയും നേരം റേഞ്ച് ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇവന് ഫോൺ കോൾ വരുന്നത്? ഇത് അപാകതയാണോ അതോ ശരിക്കും വരുന്നതാണോ എന്നവന് മനസ്സിലാവില്ല. നോക്കുമ്പോൾ പഴയ എക്സ് ആണ് വിളിച്ചിരിക്കുന്നത്. ഇവൻ എന്തായാലും കോൾ അറ്റൻഡ് ചെയ്യും. അവൾ നിങ്ങൾ
എവിടെയാണെന്ന് ചോദിക്കുക. ഹീറോ പറയും, ഞാനിപ്പോൾ അണ്ടർഗ്രൗണ്ടിലാ, ട്രെയിൻ വിട്ട് ഇറങ്ങിയിട്ട് ഇവിടുത്തെ ഒരു എക്സിറ്റ് കുടുങ്ങിക്കിടക്കുക, എനിക്ക് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. അപ്പോൾ കാമുകി, നിനക്ക് പണ്ടേ ഈ കുഴപ്പമുണ്ട്, വഴികളൊക്കെ മാറിപ്പോകും, ശരി പേടിക്കണ്ട, സമാധാനത്തോടെ നോക്കി കണ്ട് ഇങ്ങോട്ട് എത്തിയാൽ മതി. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിന്റെ മനസ്സിൽ എന്താ തോന്നുന്നത്? ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കണോ വേണ്ടയോ? എന്താ നിന്റെ തീരുമാനം എന്ന് ചോദിക്കുകയാണ് കാമുകി. ഹീറോ പറയും, ഇന്ന് കാലത്ത് സബ്വേ ട്രെയിനിനകത്ത് ഒരു അമ്മയും കുഞ്ഞും ഉണ്ടായിരുന്നു. കുഞ്ഞ് ഒരുപാട് കരയുന്നത് കണ്ടിട്ട് അടുത്തുണ്ടായിരുന്ന ഒരു വയസ്സൻ ആ അമ്മയെ വളരെ മോശമായ രീതിയിൽ ശകാരിക്കുന്നുണ്ടായിരുന്നു. അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരും ശ്രമിച്ചില്ല. അതൊരു പാവം സ്ത്രീ. അവർക്ക് വേണ്ടി ഒരു അക്ഷരം മിണ്ടാൻ ആരും മുന്നോട്ട് വന്നില്ല. എല്ലാവരും സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി മാറി നിന്നു. അവരവരുടെ മൊബൈലിലേക്ക് നോക്കിയിരുന്നു. ഞാനാണെങ്കിൽ അത് കാണാത്ത മട്ടിൽ അഭിനയിക്കുകയായിരുന്നു. എന്നിട്ട് എന്റെ സ്റ്റോപ്പ് വന്നപ്പോൾ ഇറങ്ങി ഇങ്ങ് പോരുകയും ചെയ്തു, എല്ലാവരെയും പോലെ. ഇങ്ങനെ ഒരുത്തനായ ഞാൻ എങ്ങനെയാണ് നല്ലൊരു അച്ഛനാവുക? ഞാനൊരു മോശം വ്യക്തിയാണ്, വളരെ മോശം വ്യക്തിയാണ് എന്നും പറഞ്ഞിട്ട് ഹീറോ കരയാ. എന്തായാലും ഞാൻ ഉടനെ എത്താമെന്നും പറഞ്ഞ് അവൻ മുന്നോട്ട് നടക്കും. താൻ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് ഹീറോ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ കുറ്റബോധം നല്ല ആഴത്തിൽ തന്നെ അവന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുമുണ്ട്. ഇപ്പൊ ഹീറോ കോള് കട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും സീറോയിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. അതായത് തനിക്ക് വന്ന കോള് ഒരു അപാകതയായിരുന്നു, ശരിക്കുള്ള എക്സ് അല്ല വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ 8 തവണ ശരിയായി പാസ് ചെയ്ത് പോകുന്നതിൽ എവിടെയെങ്കിലും പിഴവ് പറ്റിയാൽ വീണ്ടും സീറോയിലേക്ക് വരും. അതാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്. ഹീറോ മുന്നോട്ട് പോവുകയാണ്. പഴയതുപോലെ കോറിഡോറിൽ വെള്ള വെളിച്ചമല്ല, ഒരുമാതിരി മഞ്ഞപ്പിത്തം പിടിച്ചതുപോലെ മഞ്ഞ വെളിച്ചോ. അവൻ ദേഷ്യപ്പെട്ട് ബാഗൊക്കെ വലിച്ചെറിഞ്ഞ് ഛർദ്ദിച്ചിട്ട് കുറച്ചു നേരം അങ്ങനെ കിടക്കും. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അത് കഴിഞ്ഞ് മെല്ലെ എഴുന്നേറ്റ് എന്തായാലും വീണ്ടും ശ്രമിക്കാമെന്നും പറഞ്ഞ് തിരികെ നടക്കുക. തന്റെ ബാഗൊക്കെ അവിടെ തന്നെ ഇട്ട് തിരികെ നടക്കുക. തിരിഞ്ഞു വരുമ്പോൾ വീണ്ടും ഒന്നിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ഒരു റൗണ്ട് പൂർത്തിയായി. ഒരു റൗണ്ട് താൻ ശരിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരു 7-8 വയസ്സുള്ള ഒരു ആൺകുട്ടി ഈ കോറിഡോറിന് നടുക്കെ നിൽക്കുന്നതായിട്ട് കാണാം. ഇവനത് കണ്ടിട്ട് ഇത്രയും നേരം ഇല്ലാത്തൊരു വ്യക്തിയാണല്ലോ അവിടെ ഉള്ളത്, സോ അത് അപാകതയാണെന്നും പറഞ്ഞ് തിരികെ നടക്കും. തിരികെ നടക്കുമ്പോൾ വീണ്ടും സീറോയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി അപാകതയല്ല, അത് നോർമലായിട്ടുള്ള സംഭവം. എന്നാൽ ആരായിരിക്കും ആ കുട്ടി? ഇതും ചിന്തിച്ച് അവൻ സൈഡിലേക്ക് നോക്കുമ്പോൾ ആ കുട്ടി ഇവന്റെ അടുത്തേക്ക് ഓടി വന്നിരിക്കുന്നു. ഓനെ, നീ ആരാ? നീ കൂട്ടം തെറ്റി പോയതാണോ? നിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? നിനക്ക് എന്താ പറ്റിയതെന്ന് ഹീറോ ചോദിക്കുക. കുഞ്ഞിന്റെ മുഖത്ത് ഒരു മുറിപ്പാടക്കിയുണ്ട്. കാണാൻ ലേശം മന്ദപ്പം കുട്ടിയെ പോലുണ്ട്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല, പക്ഷെ അവനുണ്ട്. നിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ പയ്യൻ പെട്ടെന്ന് മുന്നിലേക്ക് ഓടുന്നു. ഓടിച്ചെന്ന് അതേ എക്സിറ്റ് 8 കോറിഡോറിലെ നമ്മുടെ അരക്കഷണ്ടി മാമനെ കാണിച്ചു കൊടുക്കും. എന്നാൽ ആ പുള്ളിക്കാരന് ഒരു കുലുക്കുമില്ല. ഇത് മനുഷ്യനല്ല, വേറെ എന്തോ ആണെന്ന് ഹീറോ കൊച്ചു പയ്യനോട് പറയുകയാണ്. എന്നിട്ട് അവരിങ്ങനെ നിൽക്കുമ്പോൾ ഈ കഷണ്ടി അങ്കൾ ഇവരെ പാസ് ചെയ്തു പോകുന്നു. ഇങ്ങനെ സ്റ്റാച്ചു പോലെ പാസ് ചെയ്തു പോകുന്ന ആള് പെട്ടെന്ന് നോർമലാകും. ശരിക്കു പറഞ്ഞാൽ അയാൾക്കും ഒരു കഥയുണ്ട്. പുള്ളിക്കാരനും ഈ സബ്വേ പാസിനകത്ത് പെട്ടുപോയ ആളാ. ആള് നടന്ന് ഇപ്പൊ 4ാമത്തെ സ്റ്റേജിലേക്ക് എത്തി. പുള്ളിക്കാരന്റെ കൂടെയായിരുന്നു ഈ കുഞ്ഞു പയ്യനും ഉണ്ടായിരുന്നു. കുഞ്ഞു പയ്യനെയും വിളിച്ചുകൊണ്ടാണ് ഈ മാമൻ മുന്നോട്ട് പോകുന്നത്. അങ്ങേർക്കും ഇതേ ടാസ്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കോറിഡോറിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക. പുള്ളിയും ഇതെല്ലാം നോക്കി പോവുക. പുള്ളിക്കാരന്റെ ടാസ്കിലും ഒരു മനുഷ്യൻ കടന്നു പോകുന്നുണ്ട്. പക്ഷെ അതൊരാണായിരിക്കില്ല, ഒരു ലേഡി ആയിരിക്കും, ട്രൗസറിട്ട സുന്ദരി. ഇയാള് കാണുന്നത് പോലെ പേടിപ്പിക്കുന്ന സ്വഭാവക്കാരനൊന്നുമല്ല, ഒരു നല്ല മനുഷ്യനാ. നിനക്കെന്തെങ്കിലും അപാകത കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചെറുക്കനോട് ചോദിക്കും. അവനൊന്നും മിണ്ടാത്തോണ്ട് ആദ്യം ഒന്ന് ദേഷ്യപ്പെട്ടിട്ട് പിന്നെ ക്ഷമ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും അവനെ വിളിച്ചോണ്ട് പോവാണ്. ഇപ്പൊ 5ാമത്തെ സ്റ്റേജിലേക്ക് എത്തി. ഇനി 3 റൗണ്ടും കൂടിയുള്ളൂ. വീണ്ടും പുള്ളി കോറിഡോറിലേക്ക് ചെല്ലുന്നു. ഓരോ പോസ്റ്ററായിട്ട് അപാകത പരിശോധിക്കുക. പെട്ടെന്നുണ്ട് ഈ പാസ് ചെയ്തു പോകുന്ന ലേഡി ഇല്ലേ, ആ ലേഡി സംസാരിക്കും. എക്സ്ക്യൂസ് മീ എന്ന് ചോദിക്കുക. ഇയാൾ ഞെട്ടിപ്പോവും. ഇത്രയും തവണ ആ ലേഡി സംസാരിച്ചിട്ടില്ല. ഇപ്പൊ അവര് നോർമലായി. നിങ്ങൾക്ക് വഴി തെറ്റിയതാണോ എന്ന് ഈ മാമനോട് ചോദിക്കുക. മാമൻ പറയും ആന്ന്. അപ്പൊ ലേഡി, എനിക്കും വഴി തെറ്റിപ്പോയി. ഞാൻ കുറെ നേരമായി ഇവിടെ കിടന്ന് കറങ്ങാണ്. എനിക്ക് പുറത്തേക്ക് പോകാൻ അറിയുന്നില്ല. നിങ്ങളൊന്ന് സഹായിക്കോ? ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ എന്ന് ചോദിക്കുക. അപ്പൊ മാമൻ ചിരിച്ചുകൊണ്ട് ആ കൂടെ വന്നോളൂ, അതിനെന്താ കുഴപ്പം എന്ന് ചോദിക്കുകയാണ്. എന്നാലും ചെറിയ ഭയമുണ്ട് പുള്ളിയുടെ മനസ്സിൽ. അങ്ങേര് പറയും എന്നെ പോലെ തന്നെ ഈ പയ്യനും വഴിതെറ്റിപ്പോയതാണെന്ന്. എന്നിട്ട് പുള്ളിക്കാരൻ ആ ലേഡിയോട് ചോദിക്കും, നിങ്ങൾക്ക് ഈ സ്ഥലം എന്താണെന്ന് അറിയുമോ എന്ന്. ലേഡി പറയാണ് എനിക്കറിയില്ല, നമ്മളെങ്ങാനും മരിച്ചുപോയോ, അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് നരകമാണോ? ഉടനെ മാമൻ ഷോക്കാവുക. നരകോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ആ ലേഡി, നിങ്ങൾ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ? അതിന്റെ കുറ്റബോധത്തിലാണോ ജീവിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ നരകത്തിൽ വന്നാണോ എന്ന് ചോദിക്കുക. മാമൻ ഷോക്കാവും. എനിക്കറിയില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ആ പെണ്ണ് ചിരിച്ചിട്ട്, പേടിക്കാതെ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ, ഇത് വെറും ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് അല്ലേ, ഇവിടെ നമുക്ക് വഴിതെറ്റിപ്പോയതാ, അത്രയേ ഉള്ളൂ. അത് കേട്ട് മാമനും ചിരിക്കും. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ ചോദിക്കുകയാണ്, ഇവിടെ എന്തെങ്കിലും അപാകത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? അപ്പൊ ആ ലേഡി പറയും, ആക്ച്വലി ഞാൻ എപ്പോ ഇവിടെ പാസ് ചെയ്ത് പോകുമ്പോഴും ഒരു വയസ്സായ ആള് വരുമായിരുന്നു എന്റെ എതിർക്ക്. എന്നാൽ ഇപ്രാവശ്യം അയാളെ കാണാൻ കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. ശരി, അതൊക്കെ പോട്ടെ. നിങ്ങൾക്ക് ശരിക്കും തിരിച്ചു പോകാനുള്ള ആഗ്രഹമുണ്ടോ?
ഇവിടെ തന്നെ നിൽക്കുമ്പോൾ കുറച്ചുകൂടെ ഹാപ്പിയല്ലേ നിങ്ങൾ? ദിവസവും ഒരേ ജോലി, ഒരേ യാത്ര, ഇതെന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാതെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാതെ ഇവിടെ നിൽക്കുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമില്ലേ? ഇത് കേൾക്കുമ്പോൾ മാമൻ എന്തോ ഒരു അപാകത തോന്നും. ഈ പെണ്ണിനെന്താ പ്രാന്താണോ? മനുഷ്യനതിനകത്ത് കുടുങ്ങിക്കിടക്കുക, എങ്ങനെയെങ്കിലും തിരിച്ചു പോകണം, സ്വന്തം ജീവിതത്തിലേക്ക് തിരിച്ചെത്തണ്ടേ? എനിക്ക് എന്റെ മകനെ കാണാനുണ്ട്. നിങ്ങൾ എന്താണ് പറയുന്നത്? അപ്പ ലേഡി വീണ്ടും ചോദിക്കുകയാണ്, ഒരേ ജോലി വീണ്ടും വീണ്ടും ചെയ്തിട്ട് നിങ്ങൾക്ക് ബോറടിച്ചില്ലേ? തിരിച്ചു പോകണം. ഈ ചോദ്യം തന്നെ വീണ്ടും വീണ്ടും ആ പെണ്ണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നു. പെട്ടെന്ന് അത് സ്റ്റാച്ചു പോലെ നിൽക്കുകയും ചെയ്യും, അനങ്ങില്ല. അടുത്ത സെക്കൻഡ് ഇയാളുടെ ശബ്ദത്തിൽ, മാമന്റെ ശബ്ദത്തിൽ ഒരു പ്രാന്തിയെ പോലെ സംസാരിക്കാൻ തുടങ്ങി. ആളില്ലാത്ത ചുമരിലേക്ക് നോക്കി സംസാരിക്കുന്നു. ഇതൊരു കുഴപ്പമാണ്, ഇത് ശരിക്കും മനുഷ്യനല്ല, ഇതാ ലൂപ്പിന്റെ കളിപ്പീരാന്ന് മനസ്സിലാക്കിയ മാമ കൊച്ചു പയ്യനെയും വിളിച്ചുകൊണ്ട് തിരിഞ്ഞോടുകയാണ്. തിരിഞ്ഞോടി ചെല്ലുമ്പം ഇപ്പൊ 6ാമത്തെ റൗണ്ടിലേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞു. ഇനി 2 റൗണ്ടേ ഉള്ളൂ, കുഴപ്പമില്ല, രക്ഷപ്പെടാം. വീണ്ടും അതേ കോറിഡോറിലേക്ക് വരുന്നു. എല്ലാ പോസ്റ്ററും വാതിലുകളും വെന്റും ലൈറ്റും ഒക്കെ പരിശോധിക്കുക. കുഴപ്പമൊന്നുമില്ല, ആ ലേഡിക്കും കുഴപ്പമൊന്നുമില്ല. മുന്നോട്ട് തന്നെ പോകാന്ന് പറഞ്ഞ് നടക്കുമ്പം ഈ ചെറുക്കൻ എന്തിനെയോ നോക്കി നിൽക്കുക. അവൻ അനങ്ങുന്നില്ല. നീ എന്താ പേടിച്ചു പോയോ? അവിടെ നിൽക്കാതെ വാ, നമുക്ക് മുന്നോട്ട് പോവാന്നും പറഞ്ഞ് പുള്ളിക്കാരൻ അവൻ എന്തിനെയാണ് നോക്കിയെന്ന് പോലും ശ്രദ്ധിക്കാതെ ചെറുക്കനെയും പിടിച്ച് വലിച്ചുകൊണ്ട് മുന്നോട്ട് പോവാ. പക്ഷേ ചെന്നെത്തിപ്പെട്ടതോ 0ലേക്ക്. വീണ്ടും തുടക്കം മുതൽ ആരംഭിക്കുകയാണ് റൗണ്ട്. താൻ ചെയ്തതിൽ എവിടെയോ ഒരു കുഴപ്പം പറ്റി. ഇനി വീണ്ടും 8 തവണ പാസ് ചെയ്തു പോകണം. ആള് ദേഷ്യം വന്ന് ബാഗെല്ലാം വലിച്ചെറിഞ്ഞ് അവിടുത്തെ ഇൻഫർമേഷൻ പോസ്റ്ററൊക്കെ കീറിക്കളയും. എന്നിട്ട് കുറെ തെറിയും പറയും. കുറച്ചേരം ഇങ്ങനെ പ്രാന്തനെ പോലെ പെരുമാറിയിട്ട് അത് കഴിഞ്ഞ് ഈ ചെറുക്കനോട് ക്ഷമ പറയുക. സോറി, പെട്ടെന്ന് മാമന് ദേഷ്യം വന്നതാ, നീ പേടിക്കണ്ട, വിഷമിക്കണ്ട, നമുക്ക് വീണ്ടും ആദ്യം മുതൽ തുടങ്ങാം, ടെൻഷനില്ലാതെ തുടങ്ങാം, വായോ, ഞാൻ റെഡിയാണെന്നും പറഞ്ഞ് മനസ്സിനെ സമാധാനിപ്പിച്ചിട്ട് അയാൾ തുടക്കം മുതൽ പോകാൻ തയ്യാറാവുക. ശരിക്കൊരു മനുഷ്യന് നല്ല ക്ഷമ വേണം. ഇവിടെ അയാൾ വിജയിച്ചു. തന്റെ ക്ഷമയും നല്ല സ്വഭാവവും ആയിരിക്കണം അയാളെ വിജയിപ്പിച്ചിട്ടുണ്ടാവുക. മുഴുവൻ തെറ്റിപ്പോയെങ്കിലും ആ പയ്യനെ കൈവിടാൻ പുള്ളി തയ്യാറായില്ല. അതുപോലെ തന്നെ വീണ്ടും തുടക്കം മുതൽ ആ പരീക്ഷണത്തിന് തയ്യാറാവുകയും ചെയ്തു. അതുകൊണ്ടായിരിക്കണം പുള്ളിക്കാരൻ ആ ലൂപ്പ് തന്നെ വെറുതെ വിട്ടത്. ഇപ്പോ ആ കോറിഡോറിൽ കൂടെ പുറത്തേക്കുള്ള സ്റ്റെയർ കാണാം. അങ്ങനെ അവസാനം അയാൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുക. പുള്ളി സന്തോഷത്തോടെ മുന്നോട്ട് ഓടും. പടി കയറി പോകാൻ നിൽക്കുമ്പോൾ ഈ പയ്യൻ വരുന്നില്ല. എത്ര പിടിച്ച് വലിച്ചിട്ടും അവൻ അയാളുടെ കൂടെ പോകാൻ തയ്യാറാവുന്നില്ല. അവസാനം പിടിവിട്ട് ചെറുക്കൻ താഴേക്ക് ചാടും. വായോ, എന്റെ കൂടെ വായോ, നമുക്ക് പുറത്തു പോകാന്ന് പറയുമ്പോൾ പയ്യൻ തയ്യാറാവുന്നില്ല. ഈ ചാട്ടത്തിലാണ് അവന്റെ മുഖത്തിന് പരുക്ക് പറ്റുന്നത്. അവൻ എന്തായാലും തന്റെ കൂടെ വരില്ല എന്ന് മനസ്സിലാക്കിയ മാമൻ മിണ്ടാതെ തിരികെ പടി കയറി രക്ഷപ്പെട്ടു പോവാണ്. ഈ പയ്യൻ അവിടുന്ന് തിരിഞ്ഞു നടക്കാൻ തുടങ്ങും. തിരികെ ആ പഴയ കോറിഡോറിലേക്ക് എത്തുമ്പോൾ ഇതേ അരക്കഷണ്ടി മാമൻ അവനെ പാസ് ചെയ്തു പോകുന്നുണ്ട്. എന്നാൽ അയാൾ നേരത്തെ കണ്ടതുപോലെ മനുഷ്യനായിരിക്കില്ല. ആ ലൂപ്പിനകത്തുള്ള ഒരു ഉപകരണം മാത്രമായിരിക്കും. അയാളെ പിടിച്ചു വലിച്ചിട്ടും ഒരനക്കുമില്ല. എപ്പോഴും പോയി നിൽക്കുന്ന സ്ഥലത്ത് മൊബൈലും നോക്കി പുള്ളി നിൽക്കുക, ഒരു മെഷീനെ പോലെ. സോ അയാളെ വിട്ടിട്ട് ഈ പയ്യൻ വീണ്ടും തുടങ്ങും. അവനും 0 എന്നാണ് ആരംഭിക്കുന്നത്. അങ്ങനെ വന്ന പയ്യനെയായിരുന്നു ഹീറോ കണ്ടത്. എന്നിട്ട് ഹീറോ തിരികെ നടന്നപ്പോൾ ഈ പയ്യനും പുറകെ ചെന്നു. നീ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് മിസ്സായി പോയതാണോ എന്ന് ചോദിക്കുമ്പോൾ ഈ പയ്യൻ തിരികെ ഓടിച്ചെന്ന് ആ മാമനെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷെ ആ മാമൻ വേറെ ഉപകരണമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഹീറോ, നീ എന്റെ കൂടെ വായോ, നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാമെന്നും പറഞ്ഞ് അവനെയും വിളിച്ച് നടക്കുക. മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഇവര് 0യിൽ തന്നെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. ശരി, തുടങ്ങാം, ഒന്നുകൂടെ ആദ്യം മുതൽ തുടങ്ങാമെന്നും പറഞ്ഞ് ഹീറോ അവനെയും വിളിച്ച് നടക്കുക. ഈ കോറിഡോറെല്ലാം പരിശോധിക്കും. പോസ്റ്ററുകൾക്കൊന്നും കുഴപ്പമില്ല, ആ നടന്നു പോകുന്ന ആൾക്കും കുഴപ്പമില്ല. എന്നാൽ ആ 8 വരച്ചിട്ട് ഉറുമ്പുകൾ പോകുന്ന പോസ്റ്ററല്ലേ, അതിലെന്തോ ഒരു കുഴപ്പം ഹീറോയ്ക്ക് തോന്നും. ഇതിലെന്തോ ഒരു അപാകതയില്ലേ എന്ന് ഹീറോ ആ പയ്യനോട് ചോദിക്കുക. അവനൊന്നും മിണ്ടാതെ തിരികെ ഓടുകയാണ്. നീ എന്തിനാടാ തിരികെ ഓടിയത്? എന്റെ കൂടെ വായോ, നമുക്ക് മുന്നോട്ടാണ് പോണ്ടേന്നും പറഞ്ഞ് ഹീറോ അവന് പുറകെ ചെല്ലുമ്പോൾ ഇവര് ശരിക്കും ഒരു റൗണ്ട് പാസ് ചെയ്തു. ഇപ്പൊ 0യിൽ നിന്നും നമ്പർ 1ലേക്ക് മാറിയിട്ടുണ്ട്. സോ ആ ചെറുക്കൻ ഈ ലൂപ്പിനെ പറ്റി കുറച്ചൊക്കെ അറിയാമെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. ഹീറോ അവനെയും വിളിച്ച് വീണ്ടും ഈ കോറിഡോറിൽ കൂടെ അടുത്ത റൗണ്ടിലേക്ക് പോവാണ്. പോസ്റ്ററുകളെല്ലാം പരിശോധിക്കും. കുഴപ്പമൊന്നുമില്ല, പാസ് ചെയ്തു പോകുന്ന ആൾക്കും കുഴപ്പമൊന്നുമില്ല. സോ അപാകതയൊന്നുമില്ല, നമുക്ക് മുന്നോട്ട് പോകാന്ന് പറഞ്ഞ് ഹീറോ മുന്നോട്ട് നടക്കുക. അപ്പൊ നേരത്തെ ആ പയ്യൻ ഒരു ഡോറി നോക്കി നിന്നില്ലേ, അതേപോലെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഹീറോ ചെന്ന് അവൻ എന്തിനെയാണ് നോക്കണേന്ന് നോക്കുമ്പോൾ സാധാരണ ഡോറിന്റെ വശത്തായിരിക്കും അതിന്റെ ലോക്കർ ഉണ്ടാവുക. എന്നാൽ ഇപ്രാവശ്യം ആ ഡോറിന്റെ നടുക്കാണ് ഈ ലോക്കർ ഉള്ളത്, ലോക്കറും ഹാൻഡിലും. സോ അതൊരു അബ്നോർമാലിറ്റിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവർ തിരികെ നടക്കുക. ഇപ്പൊ സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തി. സെക്കൻഡ് റൗണ്ട് ആയിട്ടുണ്ട്. സോ ചെയ്യുന്നത് ശരിയാണെന്ന് മനസ്സിലാക്കി വീണ്ടും ഒരു മുന്നോട്ട് പോകുന്നു. പെട്ടെന്നുണ്ട് കറണ്ട് മിന്നി മറയാൻ തുടങ്ങും. മൊത്തത്തിൽ അതങ്ങോട്ട് ഓഫ് ആവുക. ഹീറോ മൊബൈൽ എടുത്ത് അതിൽ ടോർച്ച് ലൈറ്റ് അടിക്കുമ്പോൾ ആ പയ്യൻ അടുത്ത് തന്നെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഈ എയർ വെന്റ് പൊളിച്ച് കുറെ എലികൾ പുറത്തേക്ക് ചാടുന്ന ശബ്ദം കേൾക്കാം. അവിടെ ഇവിടെയായിട്ട് രക്തത്തിന്റെ പാടും കാണുന്നുണ്ട്. പിന്നെ കൊച്ചു കുഞ്ഞ് കരയുന്ന ശബ്ദവും. അതെങ്ങനെ വന്നു മനസ്സിലായില്ല. ഈ ലൈറ്റ് നന്നായി അടിച്ച ആ എലികളെ പരിശോധിക്കുമ്പോഴാണ് എലികൾക്കൊക്കെ ഒരു സാത്താന്റെ രൂപം. ഓരോ എലികൾക്കും ചെവിയും മൂക്കും കണ്ണും വായൊക്കെയുണ്ട്. ഈ വായെ കൂടെയാണ് അവർ കുഞ്ഞുങ്ങളെ പോലെ കരയുന്നത്. പെട്ടെന്ന് തന്നെ അവന്റെ ഫോണും തെറിച്ചു പോകും. ഭാഗ്യത്തിന് ആ കൊച്ചു പയ്യൻ തെറിച്ചു പോയ ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഹീറോ ആ പയ്യനെയും വിളിച്ച് അവിടുന്ന് തിരികെ ഓടാൻ തുടങ്ങുക. ഓടി ഇപ്പൊ 3ാമത്തെ റൗണ്ടിലേക്ക് എത്തിപ്പെട്ടു. രക്ഷപ്പെട്ടു അവിടുന്ന്. വീണ്ടും ആരംഭിക്കുകയാണ് ഈ കോറിഡോർ നടത്തം. ഇപ്പൊ അവിടെ ഒരു പൂച്ചയാണുള്ളത്. അത് നോർമലാണോ അബ്നോർമലാണോ എന്ന് മനസ്സിലായില്ല.
പെട്ടെന്ന് ആ പൂച്ച പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു പെണ്ണിന്റെ രൂപം കാണാം. ആ പെണ്ണിനെ കണ്ടിട്ട് ഈ പയ്യൻ, അമ്മേ സോറി മമ്മി, ഞാൻ തെറ്റ് ചെയ്തു, അമ്മ ഇത്രയും നേരം എവിടെ പോയതാ, ഞാൻ ഇതാ വന്നു എന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോകാൻ നോക്കുന്നു. എന്നാൽ അത് ശരിക്കും ഒരു മനുഷ്യരൂപം അല്ല എന്ന് ഹീറോയ്ക്ക് അറിയാം. അതുകൊണ്ട് ഹീറോ പയ്യനെ വിടുന്നില്ല. അത് അമ്മയല്ല എന്ന് പറഞ്ഞ് ചെറുക്കനെ പുറകിലേക്ക് വലിക്കുക. പെട്ടെന്ന് ചെറുക്കന്റെ ബോധവും പോയി. അവനെയും പൊക്കിയെടുത്ത് ഹീറോ തിരിഞ്ഞടക്കും. ഇപ്പൊ ആ റൗണ്ടും അവർ പാസ്സായി 4ാമത്തെ സ്റ്റേജിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. പയ്യന് ബോധം വരുന്നവരെ ഹീറോ മടി കിടത്താണ്. അവന് ബോധം വന്നു കഴിഞ്ഞിട്ട് ഹീറോ ചോദിക്കും, നീ അമ്മയുടെ കയ്യിൽ നിന്ന് വിട്ടുപോയതാണോ എന്ന്. അപ്പൊ ആ പയ്യൻ പറയാ, അതെ, ഞാൻ വേണം വെച്ച് അമ്മയുടെ കയ്യിൽ നിന്ന് മിസ്സായതാ. അമ്മ എന്നെ തേടി കണ്ടുപിടിക്കട്ടെ എന്നും പറഞ്ഞ് അമ്മയെ വേദനിപ്പിക്കാൻ വേണ്ടി ഞാൻ ഓടി മാറിയതായിരുന്നു. എന്നിട്ട് ഇതിനകത്ത് വന്ന് പെട്ടു. അപ്പൊ ഹീറോ, ഞാനും ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അമ്മയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒളിച്ചിരുന്നിട്ടുണ്ട്. കുഴപ്പമില്ല, കുട്ടികളാവുമ്പോൾ തെറ്റൊക്കെ പറ്റും. ഇപ്പൊ നീ അത് മനസ്സിലാക്കിയല്ലോ. നിന്റെ അച്ഛൻ എവിടെയാണെന്ന് ചോദിക്കുക. അപ്പൊ ആ പയ്യൻ പറയും, ഞാൻ ഒരിക്കലും അങ്ങേരെ കണ്ടിട്ടില്ലെന്ന്. അതിന് ഹീറോ, ഞാനും കണ്ടിട്ടില്ല എന്ന് പറയാം. ഇവര് രണ്ടുപേരെ അച്ഛനും കൊച്ചുങ്ങളായതിൽ പിന്നെ അമ്മമാരെ കാണാൻ വന്നിട്ടില്ല. പിള്ളേരുമായിട്ടൊരു ബന്ധവുമില്ല. ഉത്തരവാദിത്വം വേണ്ടാത്ത ഏതോ 2 തന്തമാരാണ് ഇവരുടെ അപ്പന്മാര്. അത് കഴിഞ്ഞ് വാ പോകാന്നും പറഞ്ഞ് ഹീറോ ആ പയ്യനെയും വിളിച്ചുകൊണ്ട് വീണ്ടും കോറിഡോറിലേക്ക് പോവാ. അപ്പൊ ആദ്യമേ തന്നെ ഈ പയ്യൻ ഒരു അപാകത കണ്ടുപിടിക്കും. സംഭവം എക്സിറ്റ് 8 എന്ന ബോർഡിലെ 8 ഇല്ലേ, 8ാം നമ്പർ അപ്സൈഡ് ഡൗൺ ആയിട്ടായിരിക്കുന്നു. സാധാരണ ചെറിയ വട്ടം താഴെയാ വരേണ്ടത്. അവിടെ തന്നെ ഒരു അപാകതയുണ്ട്. സോ ഇവര് തിരിഞ്ഞടക്കും. ഇപ്പൊ 5ാമത്തെ റൗണ്ടിലേക്ക് അവരെത്തിയിട്ടുണ്ട്. മുന്നോട്ട് പോയി കോറിഡോറിലെ ഓരോ അപാകതകളും പരിശോധിക്കുക. കുഴപ്പമൊന്നും കാണുന്നില്ല. പെട്ടെന്നാണ് അവിടെ 2-3 മെക്കാനിക്കൽ ഡോർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലൊരെണ്ണം തുറക്കുക. ഹീറോ മെല്ലെ ആ ഡോർ വഴി അകത്തേക്ക് നോക്കുമ്പോൾ ദൂരെ ഹീറോ തന്നെ ട്രെയിനിൽ കയറി യാത്ര ചെയ്യുന്ന ഒരു വിഷ്വലാണ് കാണുക. അതിലവൻ ആ കുട്ടിയുടെ കരച്ചിൽ ശ്രദ്ധിക്കാതെ, അമ്മയെ ചീത്ത പറയുന്ന ആളെ ശ്രദ്ധിക്കാതെ സ്വന്തം കാര്യം നോക്കി നിന്നില്ലേ, ആ വിഷ്വലാണ് കാണുക. സോ അതവന്റെ ഉൾമനസ്സിലെ ഒരു വലിയ കുറ്റബോധമാണ്. അതിനെയാണ് ഈ ലൂപ്പ് അവന് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. സോ കാണിച്ചു കൊടുത്താലും ഇതാ കോറിഡോറിലെ ഒരു അപാകതയാണല്ലോ. അതുകൊണ്ട് ഹീറോ തിരിഞ്ഞടക്കും. ഇപ്പൊ 6ാമത്തെ റൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ സമയത്ത് ഹീറോ ഈ ചെറുക്കനോട് ചോദിക്കും, ഇവിടുന്ന് പുറത്തേക്ക് പോയാൽ നിനക്ക് എന്താണ് വേണ്ടത്? അവൻ പിസ്സ എന്ന് പറയുന്നു. ഒരു കുഞ്ഞു പയ്യൻ മിനിസ്റ്ററോട് പറഞ്ഞില്ലേ ചിപ്സ് വേണമെന്ന്, അതുപോലെ ഈ പയ്യൻ പിസ്സ എന്ന് പറയുന്നു. ഹീറോ ചിരിക്കുകയാണ്. അപ്പൊ ആ പയ്യൻ ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? തനിക്ക് എന്താണ് വേണ്ടതെന്ന് ഹീറോയ്ക്ക് അറിയില്ല. ഇവിടുന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല എന്ന് ഹീറോ പറയും. ഉടനെ ആ പയ്യൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു ശംഖ് ഹീറോയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കും. എന്നിട്ട് പറയും, ഇത് ഗുഡ് ലക്കിന് വേണ്ടി എന്റെ അമ്മ എനിക്ക് തന്ന. ഇപ്പൊ ഇത് നിങ്ങൾക്കാണ് ആവശ്യം, വെച്ചോളൂ, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കുമെന്ന്. ഹീറോ പയ്യന് നന്ദി പറഞ്ഞിട്ട് വീണ്ടും ഇവര് മുന്നോട്ട് പോവാണ്. അതേപോലെ കോറിഡോർ എത്തി എല്ലാ അപാകതകളും പരിശോധിക്കുന്നു. കുഴപ്പമൊന്നും തോന്നുന്നില്ല. പെട്ടെന്നാണ് വലിയ കാറ്റ് വീശി ഭയങ്കര ശബ്ദത്തോടെ എന്തോ ഒന്ന് വരുന്നതായിട്ട് തോന്നുക. നോക്കുമ്പോ വെള്ളപ്പൊക്കം. ഈ കോറിഡോറിനകത്തേക്കും വെള്ളം ഇടിച്ചു കയറി വരികയാണ്. ഹീറോ കൊച്ചിനെയും കൂട്ടി ജീവനും കൊണ്ട് ഓടുക. പക്ഷെ കയ്യിൽ നിന്ന് അവൻ സ്ലിപ്പായി താഴേക്ക് മറിഞ്ഞു വീണു. ഇനി അവനെടുത്ത് പൊക്കാനുള്ള സമയം പോലുമില്ല. അപ്പോഴേക്കും വെള്ളം അവനെ വിഴുങ്ങിക്കഴിഞ്ഞു. ഇത് കണ്ടുകൊണ്ടിരുന്ന ഹീറോനെയും അടുത്തായിട്ട് ആ വെള്ളം വിഴുങ്ങാണ്. പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. കട്ട് ചെയ്താൽ ഏതോ ഒരു സമുദ്ര തീരം. അവിടെ തന്റെ പഴയ എക്സ് കാമുകിയില്ലേ, ആ കാമുകിയായിട്ട് ഒരു കൊച്ചു പയ്യൻ ബീച്ചിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കി നിൽക്കാണ് ഹീറോ. ആ പയ്യൻ ഹീറോയെ അപ്പ എന്ന് വിളിക്കുന്നുണ്ട്. സോ കാലങ്ങൾക്ക് ശേഷമുള്ള ഒരു വിഷ്വലാണ് ഹീറോ കാണുന്നത്. അതിൽ ആ പെണ്ണ് ഹീറോയുടെ ഭാര്യയാണ്. ഭാര്യ പറയുന്നു, നീ ഇപ്പൊ ഒരു അച്ഛനാണ്. ഒരുപാട് കാലം അച്ഛനാവാൻ നീ ഭയപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പോ നീ ഒരച്ഛനാ, ഒരു നല്ല അച്ഛൻ. നിനക്ക് എന്ത് തോന്നുന്നു? എടുത്ത തീരുമാനം ശരിയാണോ? അത് കേട്ടിട്ട് ഹീറോ പറയും, ചില സമയത്ത് എനിക്ക് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്ന് പോലും അറിയില്ല. എന്താണ് ശരിയെന്നും തെറ്റെന്നും അറിയില്ല. അതിന് ഭാര്യ പറയും, യഥാർത്ഥത്തിൽ ആർക്കും തന്നെ അറിയില്ല ശരിയും തെറ്റും ഏതാണെന്ന്. മനസ്സിൽ തോന്നുന്ന ശരിയും വെച്ച് അവർ മുന്നോട്ട് പോവുക. ചിലപ്പോൾ തെറ്റിപ്പോകാം. എന്നാൽ അതിൽ വിഷമിക്കരുത്. മനുഷ്യനല്ലേ, നമുക്ക് തെറ്റുകളും പറ്റും. എന്നാൽ ഇനി കുഴപ്പമില്ല. നീ ഇപ്പോൾ ഒരു അച്ഛനായി. എന്തൊക്കെ സംഭവിച്ചാലും നീ നിന്റെ മകനെ സംരക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത് പറയുമ്പോൾ ആ പയ്യൻ ഹീറോയുടെ അടുത്തേക്ക് ഓടി വരാണ്. അവന്റെ കയ്യിൽ ഒരു കുഞ്ഞു ശംഖുണ്ട്. നമ്മൾ നേരത്തെ കണ്ട അതേ പയ്യന്റെ രൂപം. ഹീറോ പയ്യനെ കെട്ടിപ്പിടിച്ച്, എന്നോട് ക്ഷമിക്കും മോനെ എന്ന് പറയും. അവിടുന്ന് കട്ട് ചെയ്ത് പ്രസന്റിലേക്ക് വന്നാൽ ഈ വെള്ളപ്പൊക്കത്തിൽപ്പെട്ട കൊച്ചു പയ്യനെ ഹീറോ രക്ഷപ്പെടുത്തി അവിടെ തൂങ്ങിക്കിടക്കുന്ന ബോർഡിന് മുകളിലേക്ക് പിടിപ്പിക്കുകയാണ്. എന്നിട്ട് നിനക്കൊന്നും പറ്റില്ല, നീ ഇവിടെ തന്നെ പിടിച്ചിരുന്നോന്ന് പറയും. അടുത്ത നിമിഷം ഈ വെള്ളം ഹീറോയെ അടിച്ചെടുത്തോണ്ട് പോകും. പിന്നെ കാണിക്കുന്നത് ഈ വെള്ളമൊക്കെ ശാന്തമായി കുറെ ചപ്പ് ചവറുകളൊക്കെ ആ കോറിഡോറിൽ കിടക്കുന്നു. അതിന് നടുവിലായിട്ട് ഈ പയ്യൻ അപകടമൊന്നും പറ്റാതെ ബോധം കെട്ടിക്കിടക്കുക. അത് കഴിഞ്ഞ് അവൻ എഴുന്നേൽക്കും. മെല്ലെ മുന്നോട്ട് നടന്നു പോകുന്നു. ഇപ്പൊ 7ാമത്തെ റൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ പയ്യൻ മാത്രമേ ഉള്ളൂ അവിടെ. വീണ്ടും കോറിഡോർ എത്തി. അവിടെ കുഴപ്പമൊന്നും കാണുന്നില്ല. ഈ ചെറുക്കൻ മുന്നോട്ട് പോവാ. അവൻ എന്തോ കാണുന്നുണ്ട്. ചെറിയൊരു അതിശയ മുഖത്ത്, വലിയ ഭാവവ്യത്യാസമൊന്നുമില്ല. അവൻ മുന്നോട്ട് നടക്കും. കഥാകാരന്റെ ഭാവനയിൽ ആ പയ്യനും കൂടെ രക്ഷപ്പെട്ട് പുറത്തേക്ക് പോയി എന്നായിരിക്കണം വിചാരിച്ചിട്ടുണ്ടാവുക. ഇത് കഴിയുമ്പോൾ ഹീറോനെയാണ് കാണിക്കുന്നത്. വെള്ളം അടിച്ചു പോയിട്ടും അവന് കാര്യമായ പരിക്കൊന്നും സംഭവിച്ചിട്ടില്ല. വീണ്ടും കോറിഡോറിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. അവൻ മുന്നോട്ട് നടക്കും. അപാകതയൊന്നും കാണുന്നില്ല. സോ നേരെ പോകുമ്പോൾ എക്സിറ്റ് 8 എന്ന ബോർഡ് കാണുന്നു. തൊട്ടു മുന്നിലായി പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയും കാണാം. ഒരു സ്റ്റെപ്പ് താഴേക്ക് കാണിക്കുന്നുണ്ട്.
സോ താൻ വിജയിച്ചിരിക്കുന്നു, ഇനി പുറത്തേക്ക് ഇറങ്ങി പോകാം. ശരിക്കുള്ള എക്സിറ്റ് 8 എത്തിക്കഴിഞ്ഞു. ഒരുപക്ഷെ ആ കുഞ്ഞു പയ്യൻ കൊടുത്ത ശംഖായിരിക്കുമോ ഇവനെ തുണച്ചിട്ടുണ്ടാവുക, അറിയില്ല. എന്തായാലും അത് തന്റെ ഭാഗ്യം തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവൻ ആ ശംഖ് പോക്കറ്റിലിട്ട് മുന്നോട്ട് നടക്കുന്നു. സാധാരണ ആ വഴിയെ പോകുന്ന യാത്രക്കാരെല്ലാം വരുന്നുണ്ട്. ഇപ്പൊ അവൻ ആ ലൂപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞു. പോയി ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് കുടിച്ചിട്ട് ഇവൻ തന്റെ ആ പഴയ കാമുകിയെ കോൾ ചെയ്യാണ്. എന്നിട്ട് അവരോട് പറയും, ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു, നമുക്ക് ആ കുഞ്ഞു വേണം, ഞാൻ എത്രയും പെട്ടെന്ന് നിന്റെ അടുത്തേക്ക് വരികയാണ്. ഇതും പറഞ്ഞ് വീണ്ടും ഹീറോ തിരികെ വന്ന് അതേ സബ്വേയിലെ അടുത്തൊരു മെട്രോ ട്രെയിനിനകത്ത് കയറുകയാണ്, കാമുകിയുടെ അടുത്തേക്ക് പോകാനായിട്ട്. ഇപ്രാവശ്യം തനിക്ക് ആദ്യം ഉണ്ടായ അനുഭവമില്ലേ, അതേ അനുഭവം ഉണ്ടാവുന്നു. ഒരു കരയുന്ന കൊച്ചിനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ. ആ അമ്മയെ ഏതോ ഒരു മെനകെട്ട കിളവൻ ചീത്ത പറയുന്നു. എന്നാൽ ഇപ്രാവശ്യം ഹീറോ അത് കണ്ട് പൊറത്തിരിക്കാൻ തയ്യാറല്ല. ആ കിളവനോട് 4 വർത്താനവും പറഞ്ഞ് പറ്റുമെങ്കിലും മോന്തയ്ക്ക് ഒരു കുത്തും വെച്ചു കൊടുക്കാൻ വേണ്ടി അവൻ തിരിഞ്ഞ് അവരെ നേർക്ക് നടക്കാണ്. അവിടെ വെച്ച് എക്സിറ്റ് 8 എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു വെറൈറ്റിയായ, ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള ഒരു ഹൊറർ മൂവി. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി കോമഡി ത്രില്ലറുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ, ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ.